ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ അശ്വിൻ്റെയും ശ്രുതിയുടെയും മാരേജ്. അതെ, ആ മാരേജ് കഴിയുമ്പോഴേക്കും എല്ലാവരും ഷോക്ക് ആവാണ്. ആദ്യം എല്ലാവരും വിചാരിക്കും ഒരു വിധ കളിപ്പിക്കായിരിക്കും, തമാശക്ക് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിന്നീടാണ് ഇത് സത്യമാണെന്ന് മനസ്സിലാവുന്നത്. എല്ലാവർക്കും വളരെ ദേഷ്യം തോന്നുവാണ് ശ്രുതിയെടുത്തും അശ്വിനോടും. പക്ഷേ കാര്യത്തിന് മാത്രമായിട്ട് സംസാരിക്കുള്ളൂ. മുത്തശ്ശിയാണെങ്കിൽ കുഴലിനൊക്കെ വീഴും കേട്ടോ, പ്രഷർ കയറിയിട്ട് കുഴലിനൊക്കെ വീഴുന്നുണ്ട്. പിന്നീട് ആ മുത്തശ്ശി ശരിയാവുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശിനും പ്രീതിക്കുമായിട്ട് മണിയറയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ ശ്യാമും കൂടിയിട്ട്. അതിനുശേഷം അഞ്ജലി കുഞ്ഞൻ, അതായത് നമ്മുടെ അശ്വിൻ്റെ റൂമിലേക്ക് പോവാണ്. കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് സ്വീറ്റ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ശ്യാം ചോദിക്കുന്നുണ്ട്, നീ എന്താ മഹാറാണി ചെയ്യാൻ പോണേന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, പ്രീതിയുടെയും ആകാശിൻ്റെയും ഫസ്റ്റ് നൈറ്റ് ആണല്ലോ ഇന്ന്. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞനും അതുപോലെ തന്നെ ശ്രുതിയുടെ വിവാഹം കഴിഞ്ഞതാണല്ലോ. ഇവർ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റൂമും കാര്യങ്ങളൊക്കെ ഒരുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ റൂമും കാര്യങ്ങളും ഒരുക്കാതിരിക്കുന്നത് മോശമല്ലേ. അതുകൊണ്ട് അവർക്കും റൂമും കാര്യങ്ങളൊക്കെ ഒരുക്കാം. ശ്യാമേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിനും ശ്രുതിക്ക് വേണ്ടി മണിയറയൊക്കെ ഒരുക്കുവാണ് നമ്മുടെ അഞ്ജലി. പക്ഷെ ശ്യാമിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. കാരണം താൻ ആഗ്രഹിച്ച പെണ്ണിനെ അശ്വിൻ കെട്ടുകയും ചെയ്ത് ഇപ്പോൾ മണിയറ ഒരുക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ശ്യാമാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് മണിയറ ഒരുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടി ഒരു മണിയറ നമ്മുടെ അഞ്ജലി ഒരുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഗ്ലാസ് പാൽ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലോ, ചടങ്ങുകളൊന്നും തെറ്റിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഗ്ലാസ് പാലായിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ശ്രുതി ആ പാൽ ഗ്ലാസ്സായിട്ട് അശ്വിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കണം, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ തെറ്റൊന്നും ചെയ്തില്ലടി, തെറ്റൊന്നും ചെയ്തില്ല, എല്ലാ തെറ്റും ചെയ്തത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ ഒരുപാട് വഴക്കൊക്കെ പറയും കേട്ടോ. അതിനുശേഷം ശ്രുതിനെ പിടിച്ച് തള്ളി ബാൽക്കണിയിലേക്ക് ഇടുന്നൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ അടുത്ത ആഴ്ച കാണാൻ പറ്റുള്ളൂ. ഇവരെ ഫസ്റ്റ് നൈറ്റ് ഇപ്പോൾ കുളമാവുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ നല്ല അടിപൊളി ഫസ്റ്റ് നൈറ്റൊക്കെ നമ്മുടെ അഞ്ജലി തന്നെ ഒരുക്കും കേട്ടോ. ശരിക്കും ആഘോഷമായിട്ട് തന്നെ ഇവരുടെ കല്യാണമൊക്കെ നടത്തും. അതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ തട്ടിമുട്ട് ആ കല്യാണമാണ് അടുത്ത ദിവസം കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.